BCVT കാർഡിയോവാസ്കുലർ ടെക്നോളജി കോഴ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കാർഡിയോവാസ്കുലർ ടെക്നോളജി എന്ന് പറയുമ്പോൾ ഒരു 4 ഇയേഴ്സ് ഡ്യൂറേഷൻ വരുന്ന അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സാണ് കാർഡിയോവാസ്കുലർ ടെക്നോളജി എന്ന് പറയുന്നത്. അതായത് +2 സയൻസ് എടുത്ത കുട്ടികൾക്ക് കേരളത്തിൽ ഈ കോഴ്സ് ചെയ്യാൻ പറ്റും. അതായത് 10 കോളേജുകളിലായിട്ട് ടോട്ടൽ 41 സീറ്റ്. ചില കോളേജിൽ 4, ചില കോളേജിൽ 3. പിന്നെ ഏറ്റവും കൂടുതൽ സീറ്റ് ഉള്ളത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയത്താണ്. അവിടെ 8 സീറ്റാണുള്ളത് ഒരു വർഷം. അപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കുറഞ്ഞ കുട്ടികൾ മാത്രം പഠിക്കുന്ന, എന്നാൽ കേരളത്തിൽ ഈ കോഴ്സ് പഠിച്ചിറങ്ങുന്ന ഒട്ടുമിക്ക എല്ലാ കുട്ടികൾക്കും പ്ലേസ്ഡ് ആവുന്ന ഒരു പ്രോഗ്രാമാണ് കാർഡിയോവാസ്കുലർ ടെക്നോളജി എന്ന് പറയുന്നത്. ഇതിന്റെ ജോലി എന്ന് പറയുന്നത് നമ്മുടെ 2 രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഇൻവേസീവ് ഡിപ്പാർട്ട്മെന്റിലും നോൺ ഇൻവേസീവ് ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ചെയ്യാൻ പറ്റും. അതായത് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഈ അസുഖം കണ്ടുപിടിക്കുക, ഡയഗ്നോസിസ് ചെയ്യുന്ന മേഖലയിൽ വർക്ക് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഈ എക്കോ കാർഡിയോഗ്രഫി, ഇലക്ട്രോ കാർഡിയോഗ്രഫി, TMT ട്രെഡ്മിൽ സ്ട്രെസ് ടെസ്റ്റ്, കാർഡിയാക് സോണോഗ്രഫി പോലുള്ള ടെസ്റ്റുകൾ ചെയ്യുന്ന ഏരിയയിൽ കാർഡിയോവാസ്കുലർ ടെക്നോളജിസ്റ്റിന് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു മേഖലയാണ് കാർഡിയാക് തൊറാസിക് തിയേറ്ററിന്റെ ഉള്ളിൽ കാത്ത് ലാബിന്റെ അകത്തുള്ള കാത്ത് ലാബ് മെഷീൻ അടക്കം കൈകാര്യം ചെയ്യുന്നവരാണ് കാർഡിയോവാസ്കുലർ ടെക്നോളജിസ്റ്റ് എന്ന് പറയുന്നത്. കേരളത്തിൽ കാർഡിയോവാസ്കുലർ ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സാണുള്ളത്. കേരളത്തിന് പുറത്തോട്ടേക്കാവുമ്പോൾ കാർഡിയാക് കെയർ ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സാണുള്ളത്. ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഇതിന്റെ കംപ്ലീറ്റ് ലെങ്ത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കൂ.